മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനം വണ്ടൂരിൽ സദ്ഭാവന ദിനമായി ആചരിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും നിയോജകമണ്ഡലം രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങ് DCC വൈസ് പ്രസിഡന്റ് KC കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിന വാർഷികമാണിന്ന്. ഇന്ന് വാർഡ് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് വിവിധ ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ടുവരികയാണ്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഭരണപരിചയമില്ലാത്ത രാജീവ് ഗാന്ധിയെ ഭരണമേൽപ്പിക്കുകയും പക്ഷേ ആ ഭരണ പാരമ്പര്യവും പരിചയവും ഉള്ള അതേ ഒരേ വ്യക്തി പോലെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് വലിയ വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയും കൊണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഭരണ നേട്ടവുമായി പുതിയ ആധുനിക ഇന്ത്യ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം വികസന രംഗത്ത് കുതിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിനും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും നിലകൊള്ളുന്ന ഇന്ദിരാഗാന്ധി ആയാലും അതുപോലെ തന്നെ രാജീവ് ഗാന്ധി ആയാലും അവരുടെ നിലനിൽപ്പ്, അവരുടെ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കിയാൽ ഈ രാജ്യത്തെ വർഗീയ ശക്തികൾക്ക് ഒന്നും തന്നെ അവരുടെ അജണ്ട നടപ്പാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെയും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയെയും നമുക്ക് നഷ്ടപ്പെടുത്തിയത്. ആ കാഴ്ചപ്പാട് നമുക്കറിയാം. ഈ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൻ്റെ ജനപിന്തുണ, എനിക്ക് ഇന്ദിരാജിയുടെ ജനപിന്തുണയാണുള്ളത്, എന്നിൽ അർപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിലേറെ ശക്തമായ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PT ജബീബ് സുക്കീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ സദ്ഭാവന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മതം, പ്രദേശം, ഭാഷ തുടങ്ങിയ യാതൊരുവിധ പരിഗണനയും കൂടാതെ ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഐക്യത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഒരിക്കലും അക്രമമാർഗം സ്വീകരിക്കില്ലെന്നും എല്ലാത്തരം ഭിന്നതകളും ചർച്ചയിലൂടെയും ഭരണഘടനാപരമായ മറ്റ് മാർഗങ്ങളിലൂടെയും പരിഹരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷൻ നിയോജക മണ്ഡലം ചെയർമാൻ K. സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. UDF കൺവീനർ കാപ്പിൽ മുരളി, ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഷെരീഫ് തുറക്കൽ, അഷ്റഫ് പാറശ്ശേരി, കിനായത്തുണ്ണി, C. രവിദാസ്, ഹാരിസ് നീലാംബ്ര, K. കൃഷ്ണകുമാർ, ഷിഹാബ് മുക്കണ്ണൻ, റഷീദ് ചോലക്കൽ, CT അഹമ്മദ് കുട്ടി, വണ്ടൂർ പഞ്ചായത്ത് അംഗങ്ങളായ KV സിന്ധു, പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. Gold and Diamonds, Bandur and Elangur. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012 945 198.